സിനിമാ സമരത്തിൽ നിർമ്മാതാക്കൾക്കിടയിൽ ഭിന്നത. എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അല്ല എന്താ പ്രശ്നം? നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ തള്ളി ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തി. എനിക്ക് ഇയാളോട് നാല് വർത്താനം പറയാൻ എന്താ പറയാണെന്ന് വെച്ചാ പറ. സംഘടനകൾ പ്രഖ്യാപിച്ച സമരം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാകില്ല. ആരാണ് ഇതൊക്കെ പറയാൻ സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് എന്നാണ് ആന്റണിയുടെ ചോദ്യം. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? 100 കോടി ക്ലബ്ബ് സിനിമകളെ അധിക്ഷേപിച്ചത് സംസാരിച്ചതിലും വിമർശനമുണ്ട്. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ആന്റണിയുടെ കുറിപ്പ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ പിന്തുണ വ്യക്തമാക്കി. കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും, കട്ടള പോലെ പുറകിലുണ്ടാവും. ഉണ്ണി മുകുന്ദനും അജു വർഗീസും അടക്കമുള്ള താരങ്ങളും ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ട് ഈ ഗ്രാമത്തിലെ തൊഴിലാളി വർഗവും തൊഴിലില്ലാത്ത വർഗവും ചക്രവാണിക്ക് പിന്നിൽ അണിനിരക്കും. ഇത് സത്യം, സത്യം. പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, ഇൻഡസ്ട്രി വലിയ നഷ്ടത്തിലാണ്. ജൂൺ മുതൽ സിനിമ നിർത്തിവെക്കാൻ പോവാണ്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇതൊക്കെ എന്ത് ബലത്തിലാണ്, എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഓരോരോ വിടുവായിത്തരം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ പത്രസമ്മേളനം വിളിക്കാൻ തള്ളോ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതായത് ഇവിടെ ഒരു സിനിമയാണ് വിജയിച്ചെന്ന് ഈ വർഷം ഇറങ്ങി 2025 ഒരേ ഒരു സിനിമ വിജയിച്ചു, ബാക്കിയെല്ലാം പൊട്ടിയിരിക്കുകയാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പിന്നെ അത് ഇപ്പോഴും പൊന്മാൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. ഇവിടെ 50 കോടി 100 കോടി 200 കോടി ക്ലബ്ബൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സുഭദ്രയും അപ്പനും ഞാനും. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. സാറേ, ഈ മദനം പറയുന്നൊന്നും ഇവിടെ വാലിഡ് അല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കിടെ വോയിസ് തന്നെ ഇല്ല. ടിപ്പിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തരം അമ്മാവൻ കോംപ്ലക്സ്. പിന്നെ ഇവരുടെ പ്രശ്നം നടന്മാര് സിനിമകൾ നിർമ്മിക്കുന്നു. അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചില്? രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ മാർവാടി എടുത്തുന്ന കടമായിട്ടാണ്, പലിശക്ക് എടുത്തിട്ടാണ് പടം എടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഇവരെന്തിനാ എടുക്കുന്നത്? ഇവിടെ പൈസയുള്ള പിള്ളേരുണ്ടെന്ന് ഇവിടെ. അങ്ങനെ മിടുക്കന്മാര് വരട്ടെ. ഈ നാടകം വഴി താരടൻ തറവാട്ട് സ്വത്തല്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഇതുപോലുള്ള നവമുകുളങ്ങൾ വിരിയട്ടെ. പോലെ ഇവിടെ പല നടന്മാരും അവരുടെ സ്വന്തം ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതപ്പോ പ്രശ്നം എന്താ? അത് അവരുടെ റൈറ്റ് അല്ലേ? നീ നിനക്കിഷ്ടമുള്ള ജീവിക്കാർമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. വിവരമുള്ളവർ പറയുന്നത് കേട്ട് പഠിക്കണേ. പരിപ്പ് വട പടങ്ങൾ എടുക്കുന്ന ആൾക്കാർ വന്നിട്ട് പറയാം ഇതൊന്നും പറ്റൂല, നടന്മാർ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, നടന്മാർ പ്രതിഫലം കുറയ്ക്കണം. ഒരാൾക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ പ്രതിഫലം കൂട്ടും. അത് എന്നെ പോലെ വിവരമുള്ളവർക്കല്ലേ മനസ്സിലാവൂ. പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. ഞാൻ പോകുന്നു. ബൈ ബൈ.